ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്നേക്കാക്ക് ഓഫുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റൂമിലിരുന്നപ്പം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ കാരണം നമുക്ക് രാവിലെ തന്നെ നല്ല ചൂട് ആലുവ പൊറോട്ട ഉണ്ടാവും, നമുക്കത് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് കേട്ടോ. ഐഷു പിന്നെ കേൾക്കാൻ നിൽക്കുക പുറത്തേക്ക് ഇറങ്ങാനേ. പോക്കും പറഞ്ഞു ഓക്കും പൊറോട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ മാറ്റി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രാവിലെ ആയതുകൊണ്ട് ചൂടുണ്ടാവില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു ഇറങ്ങിയത്. പക്ഷെ മുടിഞ്ഞ ചൂടായിരുന്നു ഗൈസ്, നമുക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആവശ്യമൊന്നും തീരെ നടക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി കാറ്റ്. ഒരു 5 മണി 5:30 ആ ടൈമിനുള്ളിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ഒരു പൂവൊക്കെ പറിച്ചു കൊടുത്തിട്ട് അപ്പോൾ അവൾ പറയുക കേട്ടോ, ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ പറഞ്ഞ വീഡിയോ ഒക്കെ എടുത്ത് പകുതിയായി, നീ ഇപ്പോഴാണോ പറയുന്നതെന്നൊക്കെ പറയും. അങ്ങനെ അവസാനം ഞങ്ങളിതാ ഹോട്ടലിലെത്തി. പക്ഷെ ഞങ്ങൾ വിചാരിച്ച സംഗതി അവിടെ ഇല്ലായിരുന്നു, ആലുവ പൊറോട്ട അവിടെ ഇല്ല കേട്ടോ, ആയിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് എന്താ ഓർഡർ ചെയ്യാൻ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഐഷുവിനോട് ചോദിക്കുക, ഐഷുവിന് എന്താ വേണ്ടത്, എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുക. ഐഷുവിന് എന്താ വേണ്ടത് വെച്ചപ്പോൾ ഓൾക്ക് പൊറോട്ട തന്നെ മതി. ഓൾക്ക് പൊറോട്ട എന്നുള്ള ഇതിലാണ് വന്നത്. അപ്പോൾ ഓൾക്ക് പൊറോട്ട തന്നെ മതി. ആലുവ പൊറോട്ട എന്നൊന്നും ഓൾക്ക് അറിയില്ല, പൊറോട്ട എന്ന് അറിയേണ്ടത്. വാപ്പി അതിൽ നിൽക്ക്, അപ്പോൾ ഒരു വരും, ചേട്ടനോട് കൊണ്ടുതരാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട് അവൾ. കഴിക്കൊന്നുമില്ല, വർത്താനം മാത്രമേ ഉള്ളൂ, അത് കഴിക്കൊന്നുമില്ല. ആകെ 2 പീസായിട്ട് അവൾ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഐഷുവിന് ഒരു പൊറോട്ടയും വാങ്ങിക്കൊടുത്ത്, പിന്നെ ഒരു 2 നെയ്യപ്പവും വാങ്ങിച്ചു, പിന്നെ ഒരു മസാല ദോശ കേട്ടോ വാങ്ങിച്ചത്. ഇത് നമ്മളെ പണ്ടത്തെ മിഠായികളാട്ടോ, നമുക്ക് നൊസ്റ്റാൾജിയ അടിക്കും ഇത് കാണുമ്പോൾ കേട്ടോ. പണ്ടത്തെ അരിയുണ്ട, തേൻ മിഠായി, കടിച്ചാപ്പൊട്ടി, നെല്ലി, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഐഷുവിന് വേണ്ട മിഠായിയൊക്കെ ഓളെടുത്ത് ഓളെന്നെ അത് പിടിച്ച് പോവാട്ടോ. പിന്നെ തുടങ്ങിയില്ല അവൾക്ക് കിറുക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ടയേർഡായി ഓൾ, പിന്നെ ഉറങ്ങിയിട്ടില്ല, നൈറ്റ് ഉറങ്ങിയിട്ടില്ല അവൾ. അതുകൊണ്ട് ഭയങ്കര കിറുക്കായിരുന്നു കേട്ടോ. പിന്നെ നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വേഗം റൂമിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.